നഗരഗ്രാമാന്തര വികസനങ്ങൾക്ക് എന്നും മുന്നിൽ നിന്നിട്ടുള്ളത് സ്വകാര്യ ബസ്സുകളാണ്. നഗരവൽക്കരണം യാഥാർത്ഥ്യമാകുമെങ്കിൽ ജനങ്ങളുടെ യാത്ര വളരെ വേഗത്തിൽ സാധ്യമാകണം. ചുറ്റുമുള്ള നഗരങ്ങളെ നിരീക്ഷിച്ചാൽ വ്യക്തമാണ് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്ന നാടിന്റെ പൊതുഗതാഗത ശൈലിയും പൊതുഗതാഗതത്തിൽ യാത്ര ചെയ്യുന്നവരുടെ എണ്ണവും സ്വകാര്യ ബസ്സുകൾക്കിടയിൽ നിലനിൽക്കുന്ന ആരോഗ്യപരമായ മത്സരം, യാത്രക്കാർക്ക് ഇളവുകൾ, ആനുകൂല്യങ്ങൾ എന്നിവ യാത്രക്കാരെ റൂട്ടിൽ നിലനിർത്തുകയും സ്വന്തം വാഹനം എന്ന ചിന്ത അവസാനിക്കുകയും ചെയ്യും. ഒരു റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളുടെ കൃത്യത അനുസരിച്ചു ഭൂമിക്ക് വില നിശ്ചയിച്ചിരുന്ന കാലവുമുണ്ടായിരുന്നു. കൃത്യത നിറഞ്ഞ പൊതുഗതാഗതം സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? സ്വകാര്യ പങ്കാളിത്തം എന്നത് മുതലാളിത്വനയമാണെന്നുള്ള പൊതുഗതാഗതത്തിൽ യാത്ര ചെയ്യാത്ത നേതാക്കളുടെ പ്രസ്താവനയിലൊടുക്കി രാഷ്ട്രീയ പ്രീണനത്തിന് വിധേയമായി വ്യക്തിതാൽപര്യം സംരക്ഷിക്കപ്പെട്ടതിന് ബലിയാടായ എത്രയെത്ര സ്വകാര്യ ബസ് സർവീസുകൾ. ചിലവുകൾ ആനുപാതികമായി നിലനിൽക്കുവാനുള്ള വരുമാനം ലഭിക്കാതെ അന്യം നിന്ന് വിസ്മൃതിയിൽ അടിയുന്ന എത്രയെത്ര സർവീസുകൾ. സ്വകാര്യ ബസ്സുകൾ റൂട്ടിൽ നിന്ന് പിൻവലിയുന്നതിലൂടെ നിർബന്ധിതമായി സർവീസ് നടത്താൻ വെമ്പി നിൽക്കുന്ന ഗവൺമെന്റ് ബസ്സുകളും ഇല്ലാതാകുന്നു. അധികാരവർഗത്തിനു മുകളിൽ സാധാരണക്കാരുടെ ശബ്ദത്തിന് വിലയുണ്ടാവാത്തിടത്തോളം കാലം നാം പൊതുഗതാഗതത്തിൽ ലഭിക്കേണ്ട സുഖ സൗകര്യത്തിനും ആനുകൂല്യത്തിനും അർഹരല്ല. ഓർമ്മയിൽ ഗവൺമെന്റ് ബസ്സുകളുടെ കുത്തക നിർമ്മാണത്തിൽ പൊലിഞ്ഞ സാധാരണക്കാരുടെ ആശ്രയമായിരുന്ന പ്രിയ ബസ് സർവീസ്. ഇടുക്കിയും എറണാകുളവും കോട്ടയവും താണ്ടുന്ന കൃത്യതയാർന്ന സർവീസും കാലത്തിനൊത്ത മികച്ച ബസ്സുകളും റൂട്ടിൽ കൊണ്ടുവന്ന ഹൈറേഞ്ച് സർവീസുകൾ.